വീണ 1.5 വയസ്സുകാരിയെ രക്ഷപ്പെടുത്തിയ അധ്യാപകനും മകനും വിസാറ്റ് കോളേജിന്റെ ആദരവ്. കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ കിണറ്റിൽ വീണ 1.5 വയസ്സുകാരിയെ രക്ഷപ്പെടുത്തിയ തലയോലപ്പറമ്പ് ചെറുതോട്ടപ്പുറത്ത് ബെന്നിയെയും മകൻ ബെൻവിനെയുമാണ് കോളേജ് അധികൃതർ ആദരിച്ചത്. ബെന്നി ജോർജിന്റെ മകൻ ഷിബിൻ ബെന്നി ഇലഞ്ഞി വിസാറ്റ് ആർട്സ് കോളേജിലെ 1ാം വർഷ BCA വിദ്യാർത്ഥിയാണ്. വിവരമറിഞ്ഞതിനെ തുടർന്ന് കോളേജ് അധികൃതർ ഷിബിന്റെ വീട്ടിലെത്തി പിതാവിനെയും സഹോദരനെയും ആദരിക്കുകയായിരുന്നു. ഏറെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ജീവൻ ദൈവത്തിന്റെ ദാനമാണ്, നമുക്കത് നൽകാൻ സാധിക്കില്ല. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ദൈവദത്തമായ ഒരു അനുഭവമാണ്. ഇനി ആ കുഞ്ഞിന്റെ ജീവിതത്തിലെ അനന്തമായ സാധ്യതകളിലേക്ക് അത് വളരുമ്പോൾ ആ കുഞ്ഞ് പൂർണ്ണമായും കടപ്പെട്ടിരിക്കുന്നത് സാറിനോടാണ്, സാറിനോടും സാറിൻ്റെ മകനോടുമാണ്. ഇതൊരവസരം ദൈവം സാറിന് തന്നതാണ്. നമുക്കൊക്കെ ഒത്തിരി അവസരങ്ങൾ ലഭിക്കാറുണ്ട്. അവസരങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു വിഷയം. സാർ അതിന് കൃത്യമായ സമയത്ത് ഉചിതമായ നിലയിൽ പെരുമാറി ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എത്രയോ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം ഉന്നതമായ ഉദാത്തമായ ഒരവസരം ദൈവം തന്നത് സാർ ഫലപ്രദമായി വിനിയോഗിച്ചു. സാറൊരു മാതൃകയാവട്ടെ, സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സാറിൻ്റെ മകൻ ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ്. വിസാറ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്സ് കോളേജിൻ്റെ എല്ലാ സന്തോഷവും സാറിനോട് ഞങ്ങൾ അറിയിക്കുന്നു. കൂടുതലായി അധ്യാപനത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും മുതിർന്നു വരുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ദൈവം തന്ന ഒരു അവസരം വേണ്ട വിധത്തിൽ തന്നെ പ്രയോഗിക്കാൻ സാധിച്ചു. എപ്പോഴും അങ്ങനെ ഒരു അവസരം ലഭിക്കണമെന്നില്ല, പക്ഷേ ആ ലഭിച്ച അവസരം ഞാൻ സംയോജിതമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇതിനു വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്ന് എന്നെയും എൻ്റെ വീട്ടുകാരെയും അഭിനന്ദിച്ച വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുകയാണ്. പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ ജോസ്, PRO ഷാജി ആറ്റുപുറം, ഓപ്പറേഷൻസ് മാനേജർ ഫാദർ മോഹൻ ജോസഫ്, HOD സുമിത K സോമൻ, അധ്യാപികമാരായ മരിയാസ് കറിയ, ജിഷ M വിജയൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. ആദരവിനിടെയായ സംഭവം നടന്നത് വ്യാഴാഴ്ച രാവിലെ തലയോലപ്പറമ്പ് വടയാറിലാണ്. വീട്ടുമുറ്റത്ത് കിണറിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടി മോട്ടോർ തറയിൽ ചവിട്ടി കിണറിന്റെ സംരക്ഷണ ഭിത്തിയുടെ മുകളിൽ കയറുകയായിരുന്നു. കിണറിന് മുകളിലുള്ള വലയിൽ ചവിട്ടിയതോടെ കാൽ വഴുതി കുട്ടി കിണറ്റിൽ വീഴുകയായിരുന്നു. കുട്ടിയുടെ അമ്മയും മുത്തശ്ശിയും നിലവിളിക്കുന്നത് കേട്ട് അയൽവാസിയും തൃക്കാക്കര കാർഡിനൽ ഹൈസ്കൂളിലെ അധ്യാപകനുമായ ചെറുതോട്ടപ്പുറത്ത് ബെന്നി ജോർജും കുടുംബവും ഓടിയെത്തി. നിമിഷങ്ങൾക്കുള്ളിൽ ആഴമേറിയ കിണറ്റിലേക്ക് ബെന്നിയും മകൻ ബെൻവിനും ഇറങ്ങി. കുട്ടിയെ വെള്ളത്തിൽ നിന്നെടുത്ത് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തലയോലപ്പറമ്പ് പൊതിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടി സുഖം പ്രാപിച്ചതായി ബന്ധുക്കൾ അറിയിച്ചു. സമയോചിതമായ ഇടപെടലിലൂടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച ബെന്നിയെയും ബെൻവിനെയും തേടി നാടിന്റെ നാനാഭാഗത്തു നിന്നും ആദരവുകൾ എത്തുകയാണ്. കുട്ടിയുടെ അമ്മുമ്മ വന്ന് അലറി കരയുമായിരുന്നു. ആരെങ്കിലും ഓടി വരണേന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാൻ ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഉടനെ ഞങ്ങൾ ഓടിയെത്തി. ഏതാണ്ട് ഒരു 10-200 മീറ്റർ ദൂരം ഉണ്ട്. അവിടുന്ന് ഓടിയെത്തി നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞ് കിണറ്റിലുണ്ടെന്ന് മനസ്സിലായി. അപ്പം എങ്ങനെ ഇറങ്ങണം, നമുക്ക് സമയമില്ല, കയറോ ഏണിയോ ഒന്നും എടുക്കാനുള്ള സമയമില്ല. പക്ഷെ ഞാൻ ഉള്ള ധൈര്യം സംഭരിച്ച് റിങ് വഴി ചവിട്ടി. ആദ്യം വലതുകാലി ചവിട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ പിന്നെ ഇടതുകാലി ചവിട്ടാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ നേരെ താഴോട്ട് സ്ലിപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഇവിടെയൊക്കെ ഉരഞ്ഞ് താഴോട്ട് എത്തിയത്. താഴെ എത്തി കഴിഞ്ഞപ്പോൾ കുഞ്ഞ് 2 കൈയും പൊക്കി എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന രംഗമാണ് കണ്ടത്. എനിക്ക് ഭയങ്കര ഷോക്കായി പോയത്. പെട്ടെന്ന് തന്നെ ഞാനത് കൈ പിടിച്ച് പൊക്കിയെടുത്തു. ഇവിടുത്തെ മൂക്കിൽ നിന്ന് കൊമള വരുന്ന രംഗമാണ്. ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളം കുടിച്ചെന്ന് മനസ്സിലായതുകൊണ്ട് ഈ തോളിൽ കിടത്തി അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ തോളിൽ കിടത്തിയിട്ട് പുറത്തിട്ട് അടിച്ചു. അപ്പോഴേക്കും പുറത്തേക്ക് ഒമിറ്റ് ചെയ്തു വെള്ളം കുറേ. പിന്നെ കൊച്ച് കൈയും കാലൊക്കെ അനക്കാൻ തുടങ്ങിയാണ് ഞാൻ. പിന്നെ എൻ്റെ മോൻ ഇറങ്ങി വന്നു. അവനും പകുതി വരെ ഇറങ്ങി വന്നിട്ട് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവനവിടുന്ന് ഒരു സ്റ്റെപ്പ് തിരിഞ്ഞു നിന്ന് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ അവൻ മുകളിലോട്ട് അടുത്ത എൻ്റെ വൈഫ് വന്നു. വൈഫിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പിന്നെ വൈഫാണ് ബാക്കി ഫസ്റ്റ് എയ്ഡുകൾ ചെയ്തത്. മൂക്കിൽ നിന്നും നമ്മുടെ വായ ഉപയോഗിച്ച് വെള്ളം വലിച്ചെടുത്ത് പിന്നെ കൊച്ച് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ആളോക്കെ എന്ന് മനസ്സിലായി. എങ്കിലും ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് ചെയ്തത്. ഏതായാലും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം എൻ്റെ കൈകളിലൂടെ ചെയ്യാൻ സാധിച്ചു.
കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തിപരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. ഷുവർ സർ. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം. ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി.